നമസ്കാരം. നമ്മൾ പൊതുവെ മലയാളികൾ നമ്മൾക്ക് വേണ്ടി ജീവിക്കുന്നവരാണോ? അല്ലെങ്കിൽ എൻ്റെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എത്ര പേർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കാൻ ശ്രമിക്കുന്ന എത്ര പേരുണ്ട്? ഒരിക്കലും ഞാനൊരു ട്രെയിൻ യാത്രയിൽ ഒരു 2 ഗോവൻ ആൾക്കാരെ കണ്ടു. അവർ ഭാര്യയും ഭർത്താവുമാണ്. ഏകദേശം 19 വയസ്സ് വരുന്ന പ്രായമുള്ള ആൾക്കാരാണ്. കുറേ വർഷങ്ങൾക്ക് മുന്നെയാണ്. അപ്പം ഇവരുടെ മക്കളൊന്നുമില്ല. അപ്പം ഇവരിങ്ങനെ വളരെ സന്തോഷമായിട്ട് ഒരേ കളർ ഡ്രസ്സൊക്കെ ഇട്ടേക്കുന്ന അവരിങ്ങനെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ ട്രെയിൻ യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനുമായിട്ട് ഇങ്ങനെ പരിചയപ്പെട്ടിട്ടുണ്ട്, ഇടയ്ക്കൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പം കൂടെ മക്കളെ കാണാത്ത കാരണം ഇവർക്ക് ഒരു പക്ഷേ മക്കളില്ലായിരിക്കും എന്ന് കരുതി. പക്ഷേ സംസാരത്തിൽ എപ്പോഴും മക്കളുടെ വിഷയം വന്നപ്പം ഞാൻ ചോദിച്ചു മക്കളെന്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു അവരിതേപോലെ ഏതോ ഒരു ക്യാമ്പിന് പോയിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പം ഇവർ കേരളത്തിലേക്ക് വരികയാണ്. അത് കേരളം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ല കേരളത്തിലെ പല ഭാഗങ്ങൾ കാണാനായിട്ട് ബോംബെയിൽ നിന്ന് കേരളത്തിലേക്ക് വരികയാണ് ഇവർ. അപ്പം ഞാൻ ചോദിച്ചു മക്കൾക്ക് ക്യാമ്പ് ഉള്ളത് കൊണ്ടാണോ നിങ്ങളിങ്ങനെ ഇങ്ങോട്ട് കേരളത്തിലോട്ടുള്ള യാത്ര നടത്തിയെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അല്ല, ഞങ്ങളിങ്ങനെ യാത്ര പോകുന്നത് കൊണ്ടാണ് മക്കളെ ക്യാമ്പിന് വിട്ടതെന്ന്. ഒരു പക്ഷേ കേരളത്തിൽ ജനിച്ച് വളർന്ന വ്യക്തി ആയതുകൊണ്ടായിരിക്കാം എനിക്കതങ്ങോട്ട് ഡൈജസ്റ്റ് ആയില്ല. അപ്പോൾ അവർ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ഒരു 365 ദിവസത്തെ ജോലിക്കിടയിൽ കുറച്ച് സമയം മക്കളെ നിന്നെല്ലാം മാറി അവർ തന്നെ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കും. അപ്പോൾ ഈ യാത്രയിലൊന്നും മക്കളെ കൂട്ടത്തില്ല. മക്കൾക്ക് പോകണമെങ്കിൽ മക്കൾ തന്നെ പോകട്ടെ എന്നൊരു ചിന്താഗതിയാണ്. ഒരു പക്ഷേ ഞാൻ പറഞ്ഞ പോലെ കേരളത്തിൽ ജനിച്ചു വളർന്നുകൊണ്ടായിരിക്കും എനിക്കത് അത്ര അങ്ങോട്ട് അക്സെപ്റ്റബിൾ ആയിരുന്നില്ല ആ സമയത്ത്. പക്ഷേ കഴിഞ്ഞ ഒരു ദിവസം ഗൾഫിൽ മരിച്ചൊരു പ്രവാസിയുടെ മൃതദേഹം ഏറ്റെടുക്കാൻ വീട്ടിലുള്ളവർ തയ്യാറായില്ലെന്ന് കണ്ടപ്പം ശരിക്കും പറഞ്ഞാൽ അവരുടെ ആ ചിന്താഗതി ശരിയാണെന്ന് തോന്നി. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് വേണ്ടി ജീവിക്കാറുണ്ടോ? ഒരിക്കൽ പോലും ഇല്ല. വീട്ടുകാർക്ക് വേണ്ടിയും കൂട്ടുകാർക്ക് വേണ്ടിയും അല്ലെങ്കിൽ മറ്റു മക്കൾക്ക് വേണ്ടിയും ജീവിച്ച് നമ്മളുടെ സന്തോഷമോ അല്ലെങ്കിൽ ഒന്നും തന്നെ നമ്മൾ ആസ്വദിക്കുന്നില്ല. പല കാര്യങ്ങളും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റി വെക്കുകയാണ്. എന്തിന്? മറ്റുള്ളവർക്ക് സന്തോഷിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒരു സന്തോഷം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ പണം കരുതുകയാണ്. ഞാൻ പറയുന്നത് 365 ദിവസത്തിൽ നമുക്കെന്ന് പറയാനായിട്ട് നമ്മളൊരു 10 ദിവസമെങ്കിലും അല്ലെങ്കിൽ ഒരു കുറഞ്ഞതല്ലെങ്കിൽ 24 മണിക്കൂറിൽ 1 മണിക്കൂറെങ്കിലും നമുക്കായിട്ട് ജീവിക്കണം. ജീവിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും നമ്മൾ കരുതുന്നതായിരിക്കും നമ്മുടെ കൂടെയുള്ളവർ നമ്മളെ ഭാവിയിൽ കരുതുമെന്നാണ്. പല സംഭവങ്ങളും നോക്കുമ്പോൾ മനസ്സിലാക്കുന്നത് അവരെല്ലാം നിരാശയിലിരിക്കുകയാണ്. ഒരിക്കൽ പോലും നമ്മുടെ കൂടെ ഉള്ളവർ നമ്മളെ കരുതണമെന്നില്ല, അല്ല നമ്മുടെ വിഷമങ്ങൾ അറിഞ്ഞ് നമ്മളോട് നിൽക്കണമെന്നില്ല. നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് നമ്മുടെ സ്വപ്നങ്ങളായിരിക്കും. ഞാൻ പറയുന്നത് ഒരുപാടൊന്നും വേണ്ട, കുറച്ച് സമയമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടി നമ്മൾ മാറ്റി വെക്കണം. താങ്ക് യു.